നമസ്തേ. തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു അധ്യായമാണ് നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ തുറക്കുന്നത്. നാലമ്പല യാത്രയ്ക്ക്, നാലമ്പല ദർശന പുണ്യത്തിന് പ്രധാനപ്പെട്ട, മലബാറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര സഞ്ചയം, അതാകട്ടെ തകർന്നതും പിന്നീട് പുതുക്കിപ്പണിതതുമായ ക്ഷേത്ര സഞ്ചയമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. രാമപുരം എന്ന് പറഞ്ഞാൽ രാമൻ്റെ ഗ്രാമം എന്ന ആ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇവിടെ 5 ക്ഷേത്രങ്ങളുണ്ട്. ഒരു പക്ഷേ മറ്റു ഭാഗങ്ങളിലൊന്നും ഇത്തരം ഒരു ക്ഷേത്ര സഞ്ചയം ഉണ്ടാവില്ല. ആദ്യം ശ്രീരാമൻ്റെ ക്ഷേത്രമുണ്ട്, ഭരതക്ഷേത്രമുണ്ട്, ശത്രുഘ്ന ക്ഷേത്രമുണ്ട്, ലക്ഷ്മണ ക്ഷേത്രമുണ്ട്, എല്ലാറ്റിനുമുപരി സീതാദേവി ക്ഷേത്രവുമുണ്ട്. 5 ക്ഷേത്രങ്ങളാണ് ഈ രാമപുരത്തുള്ളത്. ഈ ക്ഷേത്രങ്ങൾ എല്ലാം തന്നെ ഒരു ക്ഷേത്രം മറ്റൊരു ക്ഷേത്രത്തിലേക്കുള്ള അകലം എന്ന് പറയുന്നത് 1 കിലോമീറ്ററാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം ചേർന്നാൽ ആകെ 4 കിലോമീറ്ററാണ്. ഈ 4 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ക്ഷേത്ര സഞ്ചയമുള്ളത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മുഴുവൻ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി ആത്മസംതൃപ്തിയോടെ മടങ്ങാവുന്ന ഒരു നാലമ്പല ദർശന പുണ്യം കിട്ടുന്ന ഒരു ക്ഷേത്ര സഞ്ചയത്തിലാണ് ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ആ ക്ഷേത്രത്തിലേക്ക് ചരിത്രവും ഐതിഹ്യവും കാഴ്ചകളും നമുക്ക് കാണാം. എല്ലാവർക്കും സ്വാഗതം. രാമപുരം എന്നറിയപ്പെടുന്നത് ശ്രീരാമക്ഷേത്രമാണ്. ശ്രീരാമക്ഷേത്രം നൂറ്റാണ്ടുകളായിട്ട് രാമപുരത്ത് ഉള്ളത്. ആ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുന്നത് ആനനെല്ലൂർ വടക്കേടത്ത മനയും ആനനെല്ലൂർ തെക്കേടത്ത മനയ്ക്കും അധികാരപ്പെട്ടുള്ളതായിരുന്നു ആ ക്ഷേത്രം. ആ ക്ഷേത്രത്തോടൊപ്പം ഭരതക്ഷേത്രവും ശത്രുഘ്ന ക്ഷേത്രവും ലക്ഷ്മണസ്വാമി ക്ഷേത്രവും സീതാദേവി ക്ഷേത്രവും ഉണ്ടായിരുന്നു. രാമപുരത്ത് ഒരു പരദേശി ബ്രാഹ്മണൻ യാത്രയായി വന്നപ്പോൾ വടക്കേടത്ത മനയിൽ ചെല്ലുകയുണ്ടായി. സന്ധ്യാവന്ദനം കഴിഞ്ഞ് ഒരു ബാണം അവിടെ അഴിച്ചു വെച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ആ ബാണത്തിൽ സാളിഗ്രാമം ഉണ്ടായിരുന്നു. അതിന് വീട്ടിലന്ന് പഞ്ചസാര പായസം നേദിക്കരുതെന്ന് പറഞ്ഞു. വെക്കരുതെന്ന് തന്നെയാണ് പറഞ്ഞത്. ആ പഞ്ചസാര പായസം അറിയാതെ അകത്തുള്ള ബ്രാഹ്മണ സ്ത്രീ വെച്ചു എന്നാണ്. പിന്നെ ആ സാളിഗ്രാമം എടുക്കാൻ അവിടെ നിന്ന് കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഇത്ര ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രം കാണും. അതിൻ്റെ തൊട്ടടുത്ത് ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ടാവും. ആ പശുവിനെ കെട്ടിയ സ്ഥലത്ത് വിഷ്ണുവിന് ശ്രീരാമനൊരു ക്ഷേത്രം പണിയണം. വിശ്വാമിത്ര മഹർഷിയുടെ തപോവനമായ ഈ സ്ഥലത്ത് ആ ഒരു ക്ഷേത്രം പണിയണം എന്ന് ആ ബ്രാഹ്മണ കുടുംബത്തോട് അദ്ദേഹം പറയുകയാണ്. അത് പറഞ്ഞതനുസരിച്ച് അവിടുത്തെ മൂത്ത ബ്രാഹ്മണൻ ആ ക്ഷേത്രത്തിന് സ്ഥലം കണ്ടെത്തുകയും ആ ക്ഷേത്രം പണിയാനുള്ള എല്ലാ കാര്യവും ചെയ്ത് ഏകദേശം ആ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിന് 16,000 പറ പാട്ട ഭൂമി നീക്കിവെച്ച് അദ്ദേഹം സന്യാസിയായി പോയി എന്നാണ് പറയുന്നത്. ആ ക്ഷേത്രം തകർത്ത് രണ്ടാമത് അതിൻ്റെ വിഗ്രഹങ്ങളൊക്കെ പടയോട്ടത്തിൽ തകർത്ത് വെളിയാങ്കല്ലിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. നിലവിലുള്ള വിഗ്രഹം അവിടെ ഒരു അരയാൽ തറയുടെ അടുത്ത് ഒരു കുളമുണ്ടായിരുന്നു, അതിലുണ്ട് എന്നാണ് ചരിത്രം പൂർവികർ പറഞ്ഞത്. നമ്മുടെ ഈ പ്രദേശത്ത്, ഈ രാമപുരം ദേശത്ത് ഏകദേശം 5 ക്ഷേത്രങ്ങൾ ഇപ്പോൾ പൂർവാധികം പൂജയോടുകൂടി നടന്നു വരുന്നുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വളരെ നിർജ്ജീവമായ അവസ്ഥയിൽ കാടുകൾ പിടിച്ചും അതുപോലെ നശിപ്പിച്ച രീതിയിലുമായിരുന്നു ഈ ക്ഷേത്രങ്ങളെല്ലാം നിലകൊണ്ടത്. രാമപുരം ക്ഷേത്രം മാത്രമാണ് നമുക്ക് കുറച്ച് പൂജയും കാര്യങ്ങളും ഭക്തരുമുള്ള സ്ഥലമായി ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. ഇന്നിപ്പോൾ 4 ക്ഷേത്രങ്ങളും വളരെ ഭംഗിയായി പൂജകളും കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സീതാദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാമപുരം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ഒരു താമ്പൂല പ്രശ്നം വെക്കുകയും ആ വെച്ച സമയത്ത് ഈ ക്ഷേത്രഭൂമി നമ്മുടെ കയ്യിലേക്ക് വരുന്നതിന് വേണ്ടി അന്നത്തെ തന്ത്രി അദ്ദേഹം പറയുകയുണ്ടായി, നമുക്ക് പൗർണമി പൂജ നടന്നുകൊണ്ടിരുന്നാൽ നമ്മളൊന്നും ചെയ്യാതെ തന്നെ ആ ഭൂമി നമ്മുടെ കയ്യിലേക്ക് എത്തുമെന്ന്. അതിൻ്റെ ഭാഗമായി പൗർണമി പൂജ നടത്തുകയും അതേപോലെ തന്നെ നമുക്ക് ആ ഭൂമി നമ്മുടെ കയ്യിലെത്തുകയും ചെയ്തു. ഇന്ന്
സീതാദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ഒറ്റപ്പാലത്ത് നിന്നും ഒരു കുടുംബം നമ്മൾ പോലും അറിയാതെ, ഇവിടുത്തെ ഒരു ഭക്തർ പോലും അറിയാതെ ആ കുടുംബം എന്താണോ ആഗ്രഹിച്ചത് അത് നടത്തിയതിന് ശേഷം പട്ടും താലിയും ഒരു കുപ്പിവളയുമായിട്ടാണ് വന്ന് ഇവിടെ ഈ വഴിപാട് സമർപ്പിച്ചത്. അതിനുശേഷം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടും താലിയുമാണ്. നാലാംകളം സീതാദേവി ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയാണിത്. ഇത് ദേവപ്രശ്നപ്രകാരം കണ്ടെത്തിയ ആ ദേവപ്രശ്നപ്രകാരം ഏത് രീതിയിലായിരിക്കാം ഈ ക്ഷേത്രം എന്ന് അന്വേഷിച്ച സമയത്ത് ഈ ക്ഷേത്രം സീതാദേവി ക്ഷേത്രം മഴയും വെയിലുമൊക്കെ ഏൽക്കുന്ന രീതിയിൽ മേൽക്കൂരയില്ലാത്ത കാവ് സമ്പ്രദായത്തിലുള്ള ഒരു ദേവീ സങ്കല്പത്തിലാണ് ഈ സീതാദേവി ക്ഷേത്രം ഉണ്ടായിരുന്നത് എന്നും ആ ക്ഷേത്രത്തിൽ തന്നെ അശോകമരം ഉൾപ്പെടെയുള്ള 4-5 മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ടായിരിക്കുമെന്നും അതിൻ്റെ സമീപത്ത് തന്നെ നിങ്ങൾക്ക് ആ ക്ഷേത്രം തിരിച്ചറിയാൻ, ആ ക്ഷേത്രഭൂമി തിരിച്ചറിയാൻ അദ്ദേഹം ഈ അഷ്ടമംഗല പ്രശ്നം നടത്തുന്ന ദേവപ്രശ്നം നടക്കുന്ന സമയത്ത് ആമയൂർ വേണുഗോപാല പണിക്കർ പറഞ്ഞത് ഒരു പ്രത്യേക തരം പുല്ല് വളർന്നു നിൽക്കുന്ന ഏരിയയിലാണ് ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പഴയ കാലത്ത് ഇതുപോലെ വൃക്ഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ രീതിയിലായിരുന്നു ആ ക്ഷേത്രം എന്നാണ് ഒരു സങ്കല്പം. ഇത് വേണുഗോപാല പണിക്കർ പറഞ്ഞ പ്രകാരം അന്വേഷിച്ചപ്പോൾ ഈ പ്രദേശത്ത് ഒരു വയൽ പ്രദേശമാണ്. ഈ വയൽ പ്രദേശത്ത് അന്വേഷിച്ചപ്പോൾ ഇതുപോലെ മരങ്ങളൊന്നുമുള്ള ഒരു സ്ഥലം കണ്ടില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ സീതാദേവി ക്ഷേത്രത്തിൻ്റെ ഭൂമിയിലാണ്. ഇവിടെയുള്ള ഭക്തജനങ്ങൾ ഇവിടെ വ്യാപകമായി പരിശോധന നടത്തിയപ്പോൾ വേണുഗോപാല പണിക്കർ പ്രശ്നവിധിയിൽ കണ്ട പഴയ ഒരു പ്രത്യേക തരം പുല്ല്, ആ പുല്ല് കണ്ടെത്തുകയും ആ പുല്ലിൻ്റെ ആ ഏരിയ ഒരു 50 സെൻറ്റ് സ്ഥലം, അന്നത് വയൽ ഭൂമിയായിരുന്നു. ഈ 50 സെൻറ്റ് സ്ഥലം ഇവർ വിലയ്ക്ക് മേടിക്കുകയാണ് ചെയ്തത്. ഭക്തജനങ്ങളുടെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ആ ട്രസ്റ്റാണ് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. വിലയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം അവരിവിടെ ഒരു തറയുണ്ടാക്കി 2018 ഒരു വാൽക്കണ്ണാടി വെച്ച് താന്ത്രിക വിധിപ്രകാരം തന്നെ ബാലാലയത്തിൽ ദേവീ സങ്കല്പത്തിൽ പ്രതിഷ്ഠ നടത്തി വരികയാണ്. 2018 അതിനുശേഷം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. നാലാംകളം സീതാദേവി ക്ഷേത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിലാണ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ പൂജകളും ദിവസേന പൂജകളും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 2025 കഴിഞ്ഞ രാമനവമി ദിവസം ആ ട്രസ്റ്റ് അംഗങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരു ഉൾവിളി തോന്നിയതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ വയലിൻ്റെ ഭാഗം ഒന്ന് കൊത്തിക്കളക്കുക. വന്ന് നോക്കുന്ന സമയത്ത് ഇവർ കൊത്തിക്കളച്ച സമയത്ത് ഉത്ഖനനം നടത്തിയ സമയത്ത് ഒരു കല്ലിൽ ഇവരുടെ പിക്കാസോ കൈക്കോട്ടെ എന്തോ തട്ടുകയും തുടർന്ന് വിശദമായ രീതിയിൽ ഉത്ഖനനം ചെയ്ത് നോക്കിയപ്പോൾ സീതാദേവി ക്ഷേത്രത്തിൻ്റെ അസ്ഥിവാരം, അതായത് പാദുകം ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ക്ഷേത്രം വയൽഭൂമിയാക്കി മാറ്റിയതാണ്. പണ്ട് ഇതൊരു കുന്നുപ്രദേശമായിരുന്നു. ആ പ്രദേശത്താണ് ദേവിയുടെ ക്ഷേത്രമുണ്ടായത്. നമ്മൾ വിശദമായി ഒരു അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം ഇങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് അന്യകൈവശം പോയി. ഈ ക്ഷേത്രം പൂർണ്ണമായും തകർന്നു. ഇത് അന്യകൈവശം പോയി. അന്യകൈവശം പോയ ആൾ ഈ തറ പൂർണ്ണമായി നീക്കം ചെയ്ത്, തറ എന്ന് പറഞ്ഞ് മണ്ണിൻ്റെ ഒരു വലിയ ഏതാണ്ട് 10 സെൻറ്റ് സ്ഥലം വിസ്തൃതിയിലുള്ള ഈ മൺഭൂമി പൂർണ്ണമായി നീക്കം ചെയ്തു. ഇതിൻ്റെ കല്ലുകളൊക്കെ പല ഭാഗത്തും ഇപ്പോഴും കിടക്കുന്നുണ്ട്. തോട്ടിലും അവിടെയൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ കല്ലുകളുണ്ട്. എന്നിട്ട് ഇത് നെൽകൃഷി ഭൂമിയാക്കി മാറ്റുകയാണ് ആ കൈവശക്കാരൻ ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ കമ്മിറ്റിയുടെ ആളുകൾ, ഭക്തജനങ്ങൾ ഈ ക്ഷേത്രഭൂമി ഏറ്റുമേടിക്കുന്ന സമയത്ത് ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല. ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധാരണം കഴിക്കേണ്ട ഘട്ടം വന്നപ്പോൾ ലക്ഷ്മണസ്വാമി ക്ഷേത്രം 1-2 പ്രാവശ്യം പുനരുദ്ധാരണത്തിൻ്റെ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് പല തടസ്സങ്ങളും ഭരതനെ, ശത്രുഘ്നനെ, ഇതിൽ ശത്രുഘ്നൻ്റെ തന്ത്രി അല്ലാത്തതിലെല്ലാം നാരായണ നമ്പൂതിരിയാണ്. അദ്ദേഹം പറഞ്ഞു നമുക്കൊരു പ്രശ്നം വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ആമയൂർ വേണുഗോപാല പണിക്കർ 3 ദിവസത്തെ പ്രശ്നം വെച്ചപ്പോൾ
അദ്ദേഹം പറഞ്ഞു ഈ ക്ഷേത്രങ്ങൾ പുനരുദ്ധീകരിക്കണമെങ്കിൽ ഇവിടെ ഒരു ദേവീ സാന്നിധ്യം കാണുന്നുണ്ട്. ആ ദേവീ സാന്നിധ്യം കണ്ടെത്തി ദേവിക്ക് വിളക്ക് വെച്ച് കാര്യങ്ങൾ ചെയ്താൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും. ഒരു സീതാദേവിക്ക് ഒരു പൗർണമി നാളിൽ 9 പൂജ ചെയ്യാം. അതേപോലെ തന്നെ പൗർണമിക്ക് പുഷ്പാഞ്ജലി, സഹസ്രാമ പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്തുക. ആ സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്തും. എട്ടാമത്തെ പൂജ കഴിഞ്ഞ ദിവസം ഈ സ്ഥലത്തിൻ്റെ അന്ന് അന്യമതസ്ഥരെടുത്താം കൃഷിഭൂമി കൃഷിക്കാരനെന്നുള്ള നിയമപ്രകാരം പോയി തറകളെല്ലാം നശിപ്പിച്ചു സീതാദേവി ക്ഷേത്രത്തിൻ്റെ ഒന്നും ഇല്ലാത്ത കൃഷിയാക്കി മാറ്റിയ സ്ഥലം. അതിൻ്റെ ആൾ വേറൊരാളോട്, ഒരു വിശ്വാസിയല്ലാത്ത ഒരാളെ പറഞ്ഞയക്കുന്നു, ഈ സ്ഥലം ഞങ്ങൾ വിലക്ക് കൊടുക്കുകയാണ്, ഇത് നിങ്ങൾ എടുക്കണം. അപ്പോൾ തന്നെ തന്ത്രി അറിയിച്ചു. തന്ത്രി കുറച്ച് പൈസ തന്ന് അഡ്വാൻസ് കൊടുത്ത് ആ ക്ഷേത്രഭൂമി നമ്മൾ വിലക്കെടുത്തു. ഞങ്ങൾ കുറേ കാലങ്ങളായി ദുരിതം അനുഭവിക്കും. അതിനുശേഷം ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക് ആളുകൾ വരാനും ഭജനിരിക്കാനും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന് 2004 ക്ഷേത്രത്തിൻ്റെ ബാലാലയ പ്രതിഷ്ഠ തന്ത്രി നടത്തണമെന്ന് പറഞ്ഞു. നാലാംകളം എന്ന പേര് വരാനുണ്ടായ കാരണം 16,000 പറ പാട്ടം ലഭിച്ചിരുന്ന, 16,000 പറ നെല്ല് വിളഞ്ഞിരുന്ന ശ്രീരാമ ദേവൻ്റെ വിവിധ ഭൂമികളിൽ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ കളങ്ങളുണ്ടായിരുന്നു. അത് 4ാമത്തെ കളം നിന്നിരുന്ന ഒരു സ്ഥലമാണ്, ഒരു വയലാണ് ഈ ഭാഗം എന്നതുകൊണ്ടാണ് ഈ വയൽ ഭൂമിക്ക് 4ാം കളം എന്ന പേര് വന്നത്. ഭാവിയിൽ ഇവിടെ പൊങ്കാല സമർപ്പണവും അതുപോലെ പുരാതന കാലങ്ങളിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബലിതർപ്പണവും നടന്നിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടുത്തെ ഭക്തജനങ്ങളെല്ലാവരും കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇവിടെ പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല ദിനം നമ്മളിവിടെ ഒരുപാട് 1000-ഓളം ഭക്തജനങ്ങളും എല്ലാം കൂടി ചേർന്ന് ഇവിടെ പൊങ്കാലയും അതുപോലെ ബലിതർപ്പണവും ഇന്ന് ചെറുപുഴയുടെ തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ ബുദ്ധിമുട്ടിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് സർക്കാരിൽ നിന്ന്. ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിയിൽ വടക്ക് പടിഞ്ഞാറായി 1.5 സെൻറ്റ് സ്ഥലം ഉയർന്നൊരു തറ ഉണ്ടെന്ന് വില്ലേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് നമ്മൾ പുരാവസ്തുവിൻ്റെ അതിൽ നിന്ന് എടുത്ത ഒരു രേഖയുണ്ട്. ഇത് രണ്ടും ഉണ്ടായിട്ട് ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ അനുവദിക്കാത്ത രൂപം ഏത് സമയം ഈ ക്ഷേത്രത്തിൻ്റെ കല്ലുകൾ കൊണ്ടാണ് ചൊവ്വാണയിലേക്ക് രാമപുരത്തു നിന്ന് പഴയ കാലത്ത് റോഡ് വരുന്നതിന് മുമ്പ് നടപ്പാത നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കല്ലുകളാണ് അവിടെ കൊണ്ടുപോയി വീതിയിൽ തൊട്ടടുത്ത് നിർമ്മിച്ചിരുന്നത്. ഇതിൻ്റെ പല അവശിഷ്ടങ്ങളും അതിൻ്റെ തൊട്ടടുത്ത് 2 സ്ഥലങ്ങളിൽ കുളത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നും അവിടുത്തെ പ്രായമായ അമ്മമാരും ഇവിടെ സ്ഥിരമായി വിളക്ക് വെക്കാൻ വരുന്ന ഒരമ്മയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ കുളം തൂർന്നു കിടക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് രാമായണ കഥയുമായി ചേർത്തിണക്കി പറയാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു പക്ഷേ അത് കേരളത്തിൽ മറ്റെങ്ങും ഉണ്ടാകാനൊരു സാധ്യതയില്ല. ഉഴവുചാലിൽ നിന്നും ജനക രാജാവിന് സീതാദേവിയെ കിട്ടിയെന്നാണല്ലോ നമ്മുടെ രാമായണ കഥയിൽ സീതാദേവിയെക്കുറിച്ച് പറയുന്നത്. അതുപോലെ ഇവിടെ ഉഴവുചാലിൽ നിന്നും ദേവി ഉയർത്തെഴുന്നേറ്റു എന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ കിളച്ചു നോക്കിയപ്പോഴാണ് ദേവിയുടെ സാന്നിധ്യമുള്ള ഈ അസ്ഥിവാരത്തറ പാതുകം കണ്ടെത്താനായത്. ഇത് കണ്ടെത്തിയതിന് ശേഷം ഇവിടെയുള്ള ഭക്തജനങ്ങൾ ഭൂമി പൂജയും ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഭക്തജനങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഇനിയിപ്പോൾ നമ്മളൊരു ഇതിൻ്റെ ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിന് ക്ഷേത്രത്തിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ എതിർപ്പ് എല്ലാ ഭാഗത്തു നിന്നുണ്ട്. ഇവിടെ എന്ത് വന്നാലും എതിർപ്പ് തന്നെയാണ്. കൃഷിഭവനിൽ നിന്നും അതുപോലെ താലൂക്ക് ഓഫീസിൽ നിന്നും നമുക്ക് സ്റ്റോപ്പ് മെമ്മോ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞ് കേട്ടത്. പക്ഷെ നമുക്ക് ഇത്രേ പറയാനുള്ളൂ, ഈ 10 വർഷത്തോളം ഈ ഭൂമിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളുണ്ട്. നമ്മൾ
ഇനി എന്തൊക്കെ ചെയ്താലും ഈ ക്ഷേത്രഭൂമിയിൽ ഇവിടെ സീതാദേവിക്ക് ക്ഷേത്രം പണിയാതെ ഒരു രാപ്പകലില്ലാതെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ഈ ക്ഷേത്രം പണിത് വളരെ ഭംഗിയോടുകൂടി പൂജ തുടങ്ങുകയും ഭക്തജനങ്ങളുടെ പ്രവാഹം ഇവിടെ ഉണ്ടാവുന്നത് വരെ ഞങ്ങൾ ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഈ ഭക്തജനം എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടാവുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. ദേവിക്ക് നല്ല ശക്തി ഉണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും സാധിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരാൾ വരുന്നുണ്ടപ്പോൾ ഞാൻ ഒപ്പം വന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ സ്ഥിരം വളക്കണ വെക്കൽ തുടങ്ങി. അപ്പോൾ ആ ആൾ അറിഞ്ഞു പിന്നെ ഇങ്ങനത്തെ അമ്മമാർ എന്നാൽ ഇവിടെ ശരിയാവും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വരൽ തുടങ്ങി. അങ്ങനെ 4 വർഷം കഴിഞ്ഞു ഇപ്പോൾ കത്തിക്കൽ തുടങ്ങി. ഓരോ നാട്ടിൽ നിന്ന് വിളിച്ചറിയാം അമ്പലത്തിൽ ദേവിക്ക് ഒരു വളക്ക് കൊടുക്കുക, എണ്ണ നെയ്യച്ചങ്ങ ഞങ്ങൾ കൊടുന്നേരാം. നാലമ്പല ദർശന പുണ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നത്. ഇത് രാമപുരം ശ്രീരാമക്ഷേത്രമാണ്. ഈ ക്ഷേത്രം തെക്കേടത്ത് മനയുടെയും വടക്കേടത്ത് മനയുടെയും ഊരായ്മയിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഊരായ്മയിലുള്ള ഒരു ക്ഷേത്രമാണ്. രാമപുരം പ്രദേശത്ത് നാലമ്പലത്തിന് ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രദേശമാണ്. ഓരോ ക്ഷേത്രവും 4 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് 4 ക്ഷേത്രങ്ങളുള്ളത്. ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ക്ഷേത്രത്തിലേക്ക് 1 കിലോമീറ്റർ മാത്രമാണ് അകലമുള്ളത്. ഈ ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെയാണ് സീതാദേവി ക്ഷേത്രമുള്ളത്. ഒരു ദിവസം രാമപുരത്ത് ക്ഷേത്രത്തിൽ തൊഴാൻ ചെല്ലുമ്പോൾ രാമപുരത്ത് ആ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭക്തരല്ല അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ തൃശ്ശൂരിലേക്ക് നാലമ്പല ദർശനത്തിൽ പോവുക. അപ്പോൾ അവിടുത്തെ തെക്കേടത്ത് മനയിലെ ഭാസ്കരൻ നമ്പൂതിരിയുടെ ആര്യ അന്തർജനം എന്ന് പറയും. അവരെന്നെ വിളിച്ച് പറയാണ്, ഈ രാമപുരത്ത് നാലമ്പലം ഉണ്ടായിട്ട് തൃശ്ശൂരിലേക്ക് ഇവിടുന്ന് ഒരു ബസ് പോകേണ്ട ഗതികേട് വന്നല്ലോ, നമുക്കെന്ത് ചെയ്യാമെന്ന്. ഈ നാലമ്പലം പുനരുദ്ധീകരിക്കേണ്ടത്, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നാലമ്പലം പുനരുദ്ധീകരിച്ചിട്ട് തൊഴാനൊന്നും കഴിയില്ല, ഇന്ന് തന്നെ നമുക്ക് നാലമ്പല യാത്ര തുടങ്ങാം എന്ന് പറഞ്ഞ് ആ 4 സ്ത്രീകളും ഞാനും ഈ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ പോയി. അന്ന് അവിടെ പൂജാ കാര്യങ്ങളുണ്ട്. ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ പോയി പൂജയൊന്നുമില്ല. നേരെ ഭരതസ്വാമി ചെന്നപ്പോൾ കാടാണ്. ഇതെങ്ങനെ വെട്ടും തെളിയിച്ച് അതിൻ്റെ അകത്ത് കയറുമെന്ന് ഞങ്ങൾ ആകെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാളോട് ചോദിച്ചു, ഒരു കത്തിയും കൂടിയും തരുമോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കത്തി തരില്ല, നിങ്ങളവിടെ നിന്ന് വിളക്ക് വെച്ച് പോകില്ല. അപ്പോൾ ഞാൻ ഈ സ്ത്രീകളോട് പറഞ്ഞു, നമ്മൾ കൂടുന്ന എണ്ണയും വിളക്കും ഉണ്ട്, നമുക്കിതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് തൊഴുതു പോവാം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ദർശനമായി പാടത്തു കൂടെ ഓടി വരിക. വെളുത്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ദർശനം കിട്ടി വന്നിട്ട് പറഞ്ഞു, ദർശനത്തിൽ ഇങ്ങനെ വരും ഒരു കത്തി ഇളകിയിട്ട്, ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ ക്ഷേത്രം തെളിയിക്കാം, നിങ്ങൾ വിളക്ക് വെച്ചോളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ വെളുത്ത ഞങ്ങൾക്ക് വെട്ടി ശ്രീകോവിലിൻ്റെ അടുത്ത്, അന്നത്തെ ചിത്രമായിരിക്കും ആ സർപ്പത്തിൻ്റെ മാതിരി ഒരു അരയാലതിൻ്റെ മുകളിൽ നിൽക്കുന്നത്, അവിടെ വരെ എത്തിച്ച് ഞങ്ങൾ വിളക്ക് വെച്ച് അന്ന് മുതൽ ഈ നാലമ്പല യാത്രയെക്കുറിച്ച് നമുക്ക് രാമപുരത്ത് നാലമ്പല യാത്ര, നാലമ്പലങ്ങളുണ്ടെന്ന് അറിയിക്കണമെന്ന് പറഞ്ഞ് അന്തരിച്ചു പോയ കുട്ടല്ലൂർ നാരായണൻ നമ്പൂതിരി അന്ന് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ച മുതൽ നമുക്ക് നാലമ്പല യാത്ര തുടങ്ങാം. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് അന്ന് തന്നെ ഈ നാലമ്പലങ്ങളെക്കുറിച്ച് പത്രത്തിൽ കൊടുത്തു. മലബാറിൽ നാലമ്പല ദർശനത്തിന് ഏറ്റവും പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ രാമപുരത്തുള്ള ലക്ഷ്മണ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് എനിക്ക് പിറകിലുള്ളതാണ് ലക്ഷ്മണ ക്ഷേത്രം. 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവിടെ രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ ക്ഷേത്രമുള്ളത്. ഇവിടെ നിന്നും 1 കിലോമീറ്റർ ഉള്ളിലാണ്, 1 കിലോമീറ്റർ അകലെയാണ് സീതാദേവിയുടെ ക്ഷേത്രം ഇപ്പോൾ പുതുതായി കണ്ടെത്തിയിട്ടുള്ളത്.
നാലമ്പല ദർശനത്തിന് ഒരു ക്രമമുണ്ട്, ഒരു ആരാധനാക്രമമുണ്ട്, ഒരു തൊഴലിനൊക്കെ ഒരു ക്രമമുണ്ട്. ആ ക്രമം എന്ന് പറയുന്നത് ആദ്യം ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്, രണ്ടാമത് ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ്. അങ്ങനെ രണ്ടാമത് തൊഴേണ്ട ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണിത്. ഇത് ധർമ്മരക്ഷാ സമിതി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. ഇതാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ആനല്ലൂർ തെക്കേടത്ത് മനയുടെ ഊരായ്മയിലുള്ള ശത്രുഘ്ന ക്ഷേത്രമാണിത്. രാമപുരത്തുള്ള നാലമ്പല ദർശനത്തിൽ അതിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ മൂന്നാമത്തെ ക്ഷേത്രം. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ പ്രദേശത്ത് ബ്രാഹ്മണന്മാരെ എല്ലാം അതിക്രൂരമായി ആക്രമിക്കുകയും നിരവധി ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടെ നിന്ന് പലായനം ചെയ്യുകയുണ്ടായി. അങ്ങനെ പലായനം ചെയ്ത ഒരു ബ്രാഹ്മണ കുടുംബത്തിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതാണ് ഈ ആനല്ലൂർ തെക്കേടത്ത് മന എന്നാണ് ഇവിടെയുള്ള ചരിത്രം പറയുന്നത്. നാലമ്പല ദർശനത്തിൻ്റെ പുണ്യമായ ഏറ്റവും പവിത്രമായ ഒരു ആരാധന നടക്കുന്ന ഒരു സ്ഥലമാണ് ഭരതക്ഷേത്രം. ഇവിടെ ചിറക്കാട്ട് ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ രാമപുരത്തുള്ള ഓരോ കിലോമീറ്റർ അകലത്തിലും മാത്രമായിട്ടാണ് ഈ 4 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ലക്ഷ്മണ ക്ഷേത്രത്തിൻ്റെ ആയാലും അതുപോലെ തന്നെ ശത്രുഘ്ന ക്ഷേത്രത്തിൻ്റെ ആയാലും സമീപത്ത് തന്നെയുള്ള ചിറക്കാട്ട് ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവിടെ രാമപുരത്ത് 8 ക്ഷേത്രങ്ങളുണ്ട്. അതിലാണ് 4 ക്ഷേത്രങ്ങൾ ഈ നാലമ്പല ദർശനത്തിന് പുണ്യമായി കരുതുന്ന ജനങ്ങൾ ധാരാളം ഒഴുകിയെത്തുന്ന ക്ഷേത്ര സഞ്ചയമുള്ളത്. ആ ക്ഷേത്ര സഞ്ചയത്തിൽ ഏറ്റവും ധനികൻ എന്ന് പറയാവുന്നത് ഭരതസ്വാമിയാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ശരി, ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ അനേകം ഭൂമി ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം പടയോട്ടക്കാലത്ത് തകർത്തു എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു വലിയ പടയോട്ടക്കാലത്താണോ ഇനി 21 മാപ്പിള കലാപകാലത്താണോ എന്നറിയില്ല, അതിക്രൂരമായ അക്രമത്തിനിരയാവുകയും ഈ ക്ഷേത്രം പൂർണ്ണമായും അടിച്ച് തകർക്കുകയും ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ശ്രീകോവിലിൽ ആലാണ് വളർന്നത്. ഇതിൻ്റെ ഒരു പഴയ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇവരത് ഫ്ലക്സ് അടിച്ചത് വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം ഇവിടെയുള്ള കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഈ രീതിയിലെല്ലാം പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ പഴയ കാലത്തെ ആ അക്രമത്തിൻ്റെ അതുപോലെ തന്നെ മറ്റു കാഴ്ചകൾ നമ്മളൊന്ന് പരതി ചെല്ലുകയാണെങ്കിൽ ഈ കിഴക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വഴി എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്താണ്. ആ കിഴക്ക് ഭാഗത്ത് ഒരു ഗോപുരത്തറയും കാര്യങ്ങളും ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് ഇവിടെയുള്ള ആ ലക്ഷണങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ ഗോപുരത്തറ പൂർണ്ണമായും ആ കാലഘട്ടത്തിൽ തകർത്തിട്ടുണ്ട്. അതിൻ്റെ ആ വാതിലിൻ്റെ വലിയ വാതിലിൻ്റെ കരിങ്കല്ലിൻ്റെ വാതിലായിരുന്നു. അതിൻ്റെ വാതിലിൻ്റെ അടിഭാഗം മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അത് ആ തകർക്കപ്പെടലിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ അവിടുന്ന് കിഴക്കോട്ടോ വഴിയോ കാര്യങ്ങളോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഏതായാലും ഒരു തകർക്കപ്പെട്ട ഒരു ക്ഷേത്രം ഈ രീതിയിൽ പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ നാലമ്പല ദർശനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭരതസ്വാമി ക്ഷേത്രമാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു അധ്യായമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ തുറന്നത്. തകർക്കപ്പെട്ടതും പിന്നീട് പുനരുദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ 4 ക്ഷേത്രങ്ങൾ, 4ഉം 1ഉം 5 ക്ഷേത്രങ്ങൾ, സീതാദേവി ക്ഷേത്രം ഉൾപ്പെടെ 5 ക്ഷേത്രങ്ങളുടെ ചരിത്രവും ഐതിഹ്യവും നിലവിലുള്ള കാഴ്ചയുമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ എത്തിച്ചിട്ടുള്ളത്. നിങ്ങളാൽ കഴിയുന്ന ആളുകൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണങ്ങളിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതേപോലെ തകർന്നു കിടക്കുന്നുണ്ട്. അത്തരം ക്ഷേത്രഭൂമികളിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുന്നതാണ്. മറ്റൊരു തകർന്ന ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും നമസ്കാരം.